ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദ താവളങ്ങൾ പാകിസ്ഥാനിലാണ് നിലയുറപ്പിച്ചതെങ്കിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അങ്ങനെയല്ല. കൂടുതൽ ഭീകരവാദികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബംഗ്ലാദേശിലാണ്. എന്തുകൊണ്ട് ഈ മാറ്റം ഉണ്ടാകുന്നു? അതിൻ്റെ ചില പ്രതികളെ, ഭീകരവാദികളെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടി അവരിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ മാറ്റം എവിടെയാണ് ആരംഭിക്കുന്നത്? ഈ മാറ്റം ആരംഭിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നരേന്ദ്രമോദി ഒരു വിരട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത്. ഇനി ഒരിക്കൽ നിങ്ങളൊരാക്രമണം അഴിച്ചു വിട്ടാൽ ചോദ്യം പറച്ചിലൊന്നുമില്ല, തലയെ ബോംബ് വീഴും. 9 തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മൾ ബോർഡറിലുള്ളത് തകർത്തല്ലോ, പഞ്ചാബ് ഉൾപ്പെടെ അവരുടെ ബോർഡറിലുള്ളത്, ആ POKയിലുള്ളതും ഉൾപ്പെടെ 9 കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തു. മുരിഡ്കെ എല്ലാം നമുക്കറിയാമല്ലോ ആ കേന്ദ്രങ്ങളെല്ലാം. അത് തകർത്തപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, ഇനി വാണിംഗ് ഇല്ല, ഇനി ഞങ്ങൾ അടിക്കാൻ പോകണമെന്ന് പറയില്ല. തീവ്രവാദികൾ എങ്ങനെയാണോ ഇന്ത്യയിൽ ആക്രമിക്കുന്നത് അതേപോലെ ഞങ്ങളും അങ്ങോട്ട് തട്ടാൻ തുടങ്ങും. ഓപ്പറേഷൻ സിന്ദൂറിൽ അതിൻ്റെ എല്ലാ വേലകളും നമ്മൾ കാണിച്ചു കൊടുത്തു. ഇവിടുന്ന് അങ്ങോട്ട് കയറാതെ, ഞങ്ങളുടെ പട്ടാളത്തെ അയക്കാതെ, ഞങ്ങളുടെ വിമാനങ്ങൾ അങ്ങോട്ട് പറക്കാതെ, ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ മിസൈലുകൾ വിട്ടുകൊണ്ട് നിങ്ങളുടെ വിമാനത്താവളങ്ങൾ ഒന്നൊന്നായിട്ട് ഞങ്ങൾക്ക് തകർത്തെറിയാൻ അറിയാം. കിനാര കുന്നുകളിലെ അണുവായുധം സൂക്ഷിച്ചിരിക്കുന്നിടത്ത് അതിൻ്റെ വാതുക്ക ഗേറ്റിൽ കൊണ്ടുവന്ന് ഒരെണ്ണം കുത്തി നിർത്തി നമ്മുടെ ഒരു മിസൈൽ. അപ്പോഴാണ് അവർ ഞെട്ടിപ്പോയത്. ഇങ്ങനെയാണെങ്കിൽ ഇസ്ലാമാബാദിൽ വേണമെങ്കിലും ഇവർക്ക് കൊണ്ടിടാമല്ലോ, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാർലമെൻറ്റും ഒക്കെ ഇരിക്കുന്നിടത്തും വേണമെങ്കിലും ഇവർക്ക് കൊണ്ടിടാം, ഇവരാൾ ചില്ലറയല്ല എന്നുള്ളത് ബോധ്യമായി. അപ്പോഴാണ് തോറ്റു, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ട്രംപിനോട് പറയുന്നത്. അങ്ങനെ ട്രംപ് വൈസ് പ്രസിഡന്റിനോട് അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് നമ്മൾ നരേന്ദ്രമോദിയെ ഒക്കെ വിളിച്ചെന്ന് പറയാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജയശങ്കറും നരേന്ദ്രമോദിയും കൂടെ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അവരോട് ഞങ്ങളുടെ പട്ടാളക്കാരുമായിട്ട് സംസാരിക്കാൻ പറ, പട്ടാള മേധാവികളുമായിട്ട് സംസാരിക്കാൻ പറയാം. അങ്ങനെയാണ് സംസാരം വന്നത്. ആ സംസാരത്തിലാണ് ഒത്തുതീർപ്പായത്. ആ ഒത്തുതീർപ്പിൻ്റെ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇനി മേലിൽ എപ്പോഴെങ്കിലും ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് കിട്ടിയിരിക്കും, ചോദ്യം പറച്ചിലും ഇല്ല. പേടിച്ചിരിക്കുകയാണ്, മുനീർ ഉൾപ്പെടെയുള്ളവർ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പേടിച്ചാണ് സൗദി പോയി ഞങ്ങളെ അടിച്ചാൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടണമെന്ന് പറഞ്ഞ് കരാറുണ്ടാക്കിയത്. ഓടിച്ചെന്ന് അമേരിക്കയുമായിട്ട് ഇവിടെ താവളം എടുത്തോ, ഇവിടുത്തെ ധാതുക്കൾ മുഴുവൻ കൊണ്ടുപോ എന്ന് പറഞ്ഞ് ചൈനയും പിണങ്ങിക്കൊണ്ട് US-ഉമായിട്ട് എഗ്രിമെൻറ്റും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കാരണം ഇന്ത്യ അടിച്ചാൽ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കണ്ടേ. ഒരടി കിട്ടിയപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് 3 ദിവസം കൊണ്ട് എങ്ങനെ നമ്മളെ ഭസ്മമാക്കും എന്നുള്ളത്. അപ്പോഴാണ് പുതിയ തന്ത്രം കണ്ടുപിടിച്ചത്, ഇന്ത്യക്കകത്ത് വന്നുകൊണ്ട് ഇന്ത്യയിലെ ബുദ്ധിജീവികളെ, വൈറ്റ് കോളർ ഡോക്ടർമാരടക്കമുള്ളവരെയൊക്കെ പിടിച്ച് ഇവിടെ കാർ ബോംബ് ഉണ്ടാക്കി 10-30 കാറുകളിലാക്കി, പഴയ കാറുകളിലാക്കി ഓരോരുത്തർ തടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ നവംബറിൽ അതിന് തുടക്കമിട്ടത്. അതിൻ്റെ ഒന്നാണ് നമ്മുടെ റെഡ് ഫോർട്ടിനടുത്ത് പൊട്ടിയത്. അതോടുകൂടി ആ സംഗതി പോയി. 30 സ്ഥലത്ത് നടത്തായിരുന്ന ഭീകരാക്രമണം നമ്മൾ പൊളിച്ചു കളഞ്ഞു. അതോടൊപ്പം എന്നിട്ട് നമ്മൾ ഓരോ ഇതുപോലത്തെ വൈറ്റ് കോളർ ടോപ്പിലുള്ളവരെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന പല വീരന്മാരെയും പിടികൂടി. ലഷ്കറയുടെ ഏജൻ്റായിട്ട് ഇവിടെ നിന്ന് മെയിൽ അയക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പലതിനെയും പിടികൂടി ആത്താക്കി വെച്ചിരിക്കുകയാണ് NIA. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബംഗ്ലാദേശിൽ ഈ കലാപവും പ്രശ്നങ്ങളും എല്ലാമായി അവിടെ നല്ല സുന്ദരം പാകിസ്ഥാൻ്റെ POKയേക്കാൾ അല്ലെങ്കിൽ മുരിഡ്കയേക്കാൾ പറ്റിയ താവളം ബംഗാളിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് തുടക്കമിട്ടത്. ബംഗാളിൽ ഉണ്ടാക്കിയ വേറൊരു ഗുണമുണ്ട്. ബംഗാളിൽ നിന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്ന 1 കോടിയിലധികം വരുന്ന സാധനങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ബംഗാളിലുണ്ട്, ബീഹാറിലുണ്ട്, UPയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, നമ്മുടെ പെരുമ്പാവൂരുണ്ട്, ആലുവയിലുണ്ട്. എന്തിന് നമ്മുടെയൊക്കെ വീടിനടുത്ത് വരെ ബായി വന്ന് നിൽപ്പില്ല. ഈ ബായി ലഷ്കറയാണോ എന്നുള്ളത് നമ്മുടെ കൊങ്ങയ്ക്ക് പിടിക്കുമ്പോഴേ ഇനി അറിയാൻ പറ്റുള്ളൂ, ബോംബിടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ആ വിധത്തിലേക്കാണ് ഇപ്പോഴത്തെ അന്വേഷണം പോയി നിൽക്കുന്നത്. അതാണ് നമ്മൾ തിരുപ്പൂർ നമ്മൾ കണ്ടത്. പണ്ടേ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അദ്വാനിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സ്ഥലമാണ് കോയമ്പത്തൂർ, അല്ലേ?
അതുമായി ബന്ധപ്പെട്ടാണ് നടന്നു. സ്ഫോടനം നടന്നതും അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മദനി ഉൾപ്പെടെയുള്ളവരെ അന്ന് അകത്താക്കിയതുമൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് നടന്ന പല കാര്യങ്ങളിലും ഇത്തരത്തിൽ അത് വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് സർക്കാരിന് അത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത. നാൾ മുമ്പായിരുന്നു അവിടെ ഒരു കുക്കറിൽ സ്ഫോടനം. അപ്പം എന്തിലൊക്കെ വളത്തിൽ സ്ഫോടനം ഉണ്ടാക്കാന്നല്ലേ കഴിഞ്ഞ തവണ നമ്മുടെ ഡോക്ടർമാരും എല്ലാം കൂടെ കണ്ടുപിടിച്ചത്, ശാസ്ത്രജ്ഞരെല്ലാം കൂടെ കണ്ടുപിടിച്ചത്. അമോണിയം യൂറിയൊക്കെ വാങ്ങിച്ചിട്ട് അതിനകത്തൂടെ ബോംബ് ആക്കി മാറ്റാം. അങ്ങനെ കാറി കയറ്റിക്കൊണ്ട് 30 സ്ഥലത്ത് കൊണ്ടുപോയി റെഡ് ഫോർട്ടും പിന്നെ ചാന്ദിനി ചൗക്കിലെ ക്ഷേത്രങ്ങളും മറ്റു പല സ്ഥലങ്ങളും ആരാധനാലയങ്ങളും എല്ലാം തകർത്ത് 30 സ്ഥലത്ത് ഒന്നിച്ച് സ്ഫോടനം നടത്തി ഇന്ത്യയിൽ ഒരു വർഗീയ കലാപം നടത്തി ബംഗ്ലാദേശ് ആക്കി മാറ്റാമെന്നുള്ളൊരു പാക്കേജായിരുന്നു അന്ന് പൊളിച്ചത്. ഇപ്പോൾ കൊണ്ടുവന്ന വേറൊരു പാക്കേജാണ് നമ്മുടെ ഭായിമാരെ പിടിച്ചുകൊണ്ട് നമുക്ക് ലഷ്കറയുടെ ബോംബും കൈ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ യവന്മാർ 1 കോടി ആൾ ഇവിടെ കയറി കിടക്കില്ലേ. ഇവനെല്ലാം ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിയാണ്. ആ ബുദ്ധി ഇപ്പം NIA പൊളിച്ചു. ഇനി എല്ലാ ഭായിയെയും വാച്ച് ചെയ്യും. നിങ്ങളും വാച്ച് ചെയ്തോണം. നാട്ടുകാർ അടുത്തും കൂടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളും വാച്ച് ചെയ്തോ. ഭായിമാർ ഇനി കിളയ്ക്കാൻ മാത്രമല്ല വരിക, മേശ തുടയ്ക്കാൻ മാത്രമല്ല വരിക, ഇനി പോക്കറ്റിൽ ബോംബും കൂടെ കാണും, അത് സൂക്ഷിച്ചോണം എന്നും കൂടെ ഒരു താക്കീതാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെരുമ്പാവൂരും ആലുവയിലൊക്കെ പോലെ ഉണ്ട് ഈ സാധനങ്ങൾ, ഇതിനെയൊക്കെ സൂക്ഷിച്ചോണം എന്നുള്ളതൊരു താക്കീതും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇനിയിപ്പോൾ പുതിയ ഭരണമാറ്റം വന്നതുകൊണ്ട് അവരെയും ചിലപ്പം ഇന്ത്യ ഗവൺമെൻറ് വാൺ ചെയ്യും. നിങ്ങൾ നമ്മളുമായിട്ട് സൗഹൃദത്തിൽ വരുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം ഏടാകൂടങ്ങൾ അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പൊളിച്ചോണം. അവിടെ നിന്ന് എന്തെങ്കിലും അറിവുകൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നോണം എന്നൊക്കെയുള്ള ധാരണകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളത് വരും. ഇതിലെങ്ങനെയായിരിക്കും നമ്മുടെ സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൽ ജാഗ്രത പുലർത്താൻ കഴിയുക? സംസ്ഥാന സർക്കാർ ഇവിടെ പിന്നെ കൊച്ചു പിച്ചാത്തയും കൊണ്ട് കിടക്കുന്ന റൗഡികളെ പോലും പിടിക്കുന്നില്ല. ഇനി എന്ത് ജാഗ്രതയാണ് കേരള സർക്കാരിന്? കേരള പോലീസ് കുത്തഴിഞ്ഞു പോയി. ക്രിമിനൽ പിന്നെ SIയുടെ കൂമ്പിന് കുത്തുന്ന സന്ദർഭമായിരിക്കുകയാണ് അല്ലേ? നമ്മൾ കണ്ടതല്ലേ? ചായ കുടിക്കാൻ ഇറങ്ങണ SI കിട്ട് താങ്ങ്. ഇപ്പൊ നമ്മളിനി SIയെ വിളിക്കണ്ട, SI നമ്മളെ വിളിക്കുക. സാറേ എന്നെ ഓടി വന്നിട്ട് അവിടെ CITക്കാരെ കൂടെ ചെന്നാണ് SIയെ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ കുത്തി മലത്തിയേനെ മറ്റവൻ കണ്ടില്ലേ? തോളിയും തോർത്തൊക്കെ ഇട്ടുകൊണ്ട് ഓടുന്ന കണ്ടില്ലേ? അത് CITക്കാരായിരുന്നു. അവിടെ ഇരുന്ന CITക്കാരും INTCക്കാരും BMSകാരും കൂടെ ചെന്നിട്ടാണ് SIയെ രക്ഷിച്ചത്. ഇതാണ് അവസ്ഥ. നമ്മൾ വളരെ സീരിയസ് ആണ്. ലോക്കൽ അവിടെ പോലീസ് സ്റ്റേഷനെ വിളിക്കണ്ട, നമ്മൾ വല്ല പിന്നെ കടന്നെ ഇരിക്കുന്ന പിന്നെ CITക്കാരെയോ INTCക്കാരെയോ BMSകാരെയോ വിളിക്കുന്നതാണ് നല്ലത്. ഇന്നലെ ലോക്കൽ സെക്രട്ടറി ഒരു പോലീസിനെ മർദ്ദിച്ചിട്ടുണ്ട്. അത് പോലീസ് സ്റ്റേഷൻ ഇപ്പം പിന്നെ നമ്മുടെ സംരക്ഷണ കേന്ദ്രം അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ DGP ഉള്ളവർ അതുപോലെ ഈ പോലീസിനെ മാളിലിട്ട് അടിക്കുകയാണ് SFIക്കാര് മാറി മാറി അടിക്കുകയാണ്. അത് ആക്ഷനെ കാണിച്ചോണ്ടാ ഇങ്ങനെ തന്നാ എങ്ങനെ, അങ്ങനെ തന്നാൽ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇടി കൊടുക്കുന്നത്. എന്തൊരു ഗതികേടാണ് പോലീസിന്. വീഡിയോ ചിത്രീകരണം. കാരണം അവിടെയും CITയും SFIയും ആണെന്നേ പിന്നെ ഭരിക്കുന്നത്. കാരണം അവർ പിന്നെ ഒന്നും പറയും, DGP അല്ല ഭരിക്കുന്നത്. റവദാ ചന്ദ്രശേഖർക്ക് ഭരിക്കാൻ പറ്റുന്നില്ല. അവിടെ SFIയുടെ മൂത്തിയ ആൾ അവിടെ ഇരിപ്പുണ്ട്, യൂണിയൻ നേതാവായിട്ട്. അങ്ങനെ പോലീസ് യൂണിയന്റെ നേതാവ്, അദ്ദേഹമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. SI മുമ്പേ പറയുമായിരുന്നു DGPയുടെ മേശപ്പുറത്ത് ഇടിച്ചാണ് കോൺസ്റ്റബിൾ ഒന്ന് ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അവിടെ സാധാരണഗതിയിൽ ADGP വരെ സല്യൂട്ട് അടിച്ച് ഇങ്ങനെ നിൽക്കും, അനങ്ങാൻ പാടില്ല, ഇങ്ങനെ വിറച്ചോണ്ട് നിൽക്കും DGPയുടെ മുമ്പിൽ. അവിടെയാണ് സാധാ കോൺസ്റ്റബിൾ അളിയ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഒരുത്തിന് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് ചർച്ച തുടങ്ങുന്നത്. ആ കാലത്തെത്തിയിരിക്കുകയാണ്. DGPയൊക്കെ ശരിക്കും പറഞ്ഞാൽ രാജിവെച്ച് പോകുന്നതാണ് അവർക്കൊക്കെ മാനം രക്ഷിക്കാൻ പറ്റിയതെന്ന് തോന്നുന്നു. ആ വിധത്തിലേക്ക് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കുത്തഴിഞ്ഞു പോയി. സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ട്, ജഗതി പറയും പോലെ. അത് ആരോഗ്യ വകുപ്പിൽ മാത്രമല്ല പോലീസ് വകുപ്പിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തീവ്രവാദികളെ പോയിട്ട് നമ്മുടെ ഇവിടുത്തെ കൊച്ചു പിച്ചാത്തിയും കൊണ്ട് നടക്കുന്ന ഗുണ്ടയെ പോലും, ബ്ലേഡ് വിജയൻ, കത്രിക വാസു ഒക്കെ ഉണ്ട്, അവന്മാരെ പോലും കൈകാര്യം ചെയ്യാൻ നമ്മുടെ പോലീസിന് പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ആ വിധത്തിലാണ് നമ്മുടെ അധപ്പതനം. എത്രയും പെട്ടെന്ന് ഇതൊക്കെ റീവാമ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ അടി കിട്ടിക്കഴിഞ്ഞിട്ട് അവരും മലരും കരുതിക്കോന്നൊക്കെ പറഞ്ഞില്ലേ അല്ലേ, അത് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയാവണം എന്നുള്ളതാണ് NIA പറയുന്നത്. ഇനി അടുത്ത തിരുപ്പൂര് അവർ കണ്ടുപിടിച്ചു, ഇനി പെരുമ്പാവൂരുണ്ടോ നമ്മുടെ വീട്ടിനടുത്തുണ്ടോ എന്നുള്ളത് അവരിനി കണ്ടുപിടിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വളരെ ഗുരുതരമാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമായിട്ട് ഈ 1 കോടി വരുന്ന നുഴഞ്ഞുകയറ്റക്കാരായ റോഹിന്ത്യൻസിനെ മാറ്റിയില്ല. ഇവിടെ ഭയങ്കര പ്രശ്നമല്ലേ, SIR അവരെ പൊത്താക്കരുത്, SIRൽ അവരുടെ പേര് വെട്ടരുത്,
നിന്റെ തല വെട്ടിക്കൊണ്ട് പോകും, മനസ്സിലായിക്കോ. SIR-ൽ പേര് വെട്ടിയില്ലെങ്കിൽ അതാണ് വരാൻ പോണ അവസ്ഥ എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാലും തല വെട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് വോട്ട് കിട്ടിയാൽ മതി. സഖാക്കൾക്കും പിന്നെ കോൺഗ്രസ്സുകാർക്കും വോട്ട് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. മമതയെ കിടന്ന് പൊളയല്ലേ, മുഴുവൻ ഇത്തരം പിന്നെ രാജ്യദ്രോഹികളാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അമിത്ഷായും നരേന്ദ്രമോദിയും പറയുന്നത് ഇതിനെയൊക്കെ എടുത്ത് ദൂരെ കളയണം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു SIR മാത്രമല്ല, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു SIR മാത്രമല്ല, SIR-ൽ നിന്ന് മാത്രം പേര് വെട്ടിക്കൊണ്ട് കാര്യമില്ല, മുഴുവൻ നുഴഞ്ഞു കയറ്റക്കാരെ നമ്മൾ ഇവിടുന്ന് പുറത്താക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം പോകുന്നത് മാത്രമല്ല നിന്റെയൊക്കെ കഴുത്തും പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സീരിയസ് ആയ പ്രശ്നമാണ്, എല്ലാവരും ചിന്തിക്കണം, ആലോചിച്ച് മാത്രം ഇനി അഭിപ്രായം പറയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.